ബ്രസ്റ്റ് കോംപ്ലിക്കേഷൻസ് ഇൻ പ്യൂർ പാരൻ നോക്കാം. കോമൺ ബ്രസ്റ്റ് കോംപ്ലിക്കേഷൻസ് പ്യൂർ പാരൻ ടൈമിൽ ഉണ്ടാകുന്ന കോമൺ ബ്രസ്റ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് എൻഗോർഗമെൻറ്റ്, ക്രാക്ക്ഡ് ആൻഡ് റിട്രാക്റ്റഡ് നിപ്പിൾ ആയിരിക്കും. അത് കാരണം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം. അത് കാരണം എന്താണ് ബ്രസ്റ്റ് എൻഗോർഗമെൻറ്റ് ഉണ്ടാകും. അപ്പം നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ക്രാക്ക്ഡ് ആയിട്ടുള്ള നിപ്പിൾ അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിളൊക്കെ കാരണം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അപ്പോൾ ആ ഒരു മിൽക്ക് അവിടെ കെട്ടിക്കിടന്നിട്ട് ഒരു ബ്രസ്റ്റ് എൻഗോർഗമെൻറ്റ് വരും. ഈ ബ്രസ്റ്റ് എൻഗോർഗമെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാസ്റ്റൈറ്റിസിലേക്ക് പോകും. പിന്നെ അത് ഫർദർ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ബ്രസ്റ്റ് അബ്സസിലേക്കൊക്കെ വരും. ഓക്കെ, ഇനി ലാക്ടേഷൻ ഫെയിലിയർ കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് മെയിനായിട്ടുള്ള ബ്രസ്റ്റ് കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ പ്യൂർപെറൽ പീരീഡ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് എൻഗോർഗമെൻറ്റ് ആൻഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പ്യൂർപെറൽ പാരക്സിയ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്യൂർപെറൽ പാരക്സിയ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിന് ടെമ്പറേച്ചർ, അതായത് ബോഡി ടെമ്പറേച്ചർ 100.4 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒരു 7 to 10 days പോസ്റ്റ്മോർട്ടത്തിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്യൂർപെറൽ പാരക്സിയ എന്ന് പറയും. അപ്പോൾ അത് ഈ ഒരു ബ്രസ്റ്റ് എൻഗോർഗമെൻറ്റ് ഇൻഫെക്ഷൻ പ്യൂർപെറൽ പാരക്സിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് ബ്രസ്റ്റ് കോംപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രാക്ക്ഡ് ആൻഡ് റിട്രാക്റ്റഡ് നിപ്പിൾ നമുക്ക് തുടങ്ങാം. ഈ ക്രാക്ക്ഡ് നിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിപ്പിൾ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതായത് അവിടുത്തെ ഒരു സർഫസ് എപ്പിത്തീലിയം ഉണ്ടല്ലോ, നമ്മുടെ റോ ആയിട്ടുള്ള നിപ്പിളിൻ്റെ പുറത്ത് ഒരു സർഫസ് ആയിട്ടുള്ള എപ്പിത്തീലിയം ഉണ്ടായിരിക്കും. ആ ഒരു എപ്പിത്തീലിയം ഉണ്ടാകത്തില്ല ഈ ക്രാക്ക്ഡ് നിപ്പിളിൽ. അതുപോലെ തന്നെ ഡ്യൂ ടു ദ ഫിഷർ സിറ്റുവേഷൻ എയ്ത് അറ്റ് ദ ടിപ്പ് ഓഫ് ഓർ ദ ബേസ് ഓഫ് ദ നിപ്പിൾ, ദീസ് ടു കണ്ടീഷൻസ് ഫ്രീക്വൻലി കോഎക്സിസ്റ്റ് ആൻഡ് റെഫർ ടു ക്രാക്ക്ഡ് നിപ്പിൾ. അപ്പോൾ ക്രാക്ക്ഡ് നിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നിപ്പിളിൻ്റെ പുറത്തുള്ള ഒരു എപ്പിത്തീലിയവും നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ നിപ്പിളിൻ്റെ ബേസും ടിപ്പും തമ്മിലൊരു ഫിഷറുണ്ട്, ആ ഫിഷറും നഷ്ടപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് യൂഷ്വലി ക്രാക്ക്ഡ് നിപ്പിളായിട്ട് വരുന്നത്. ഈ ക്രാക്ക്ഡ് നിപ്പിൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ക്ലീനിങ് ഉണ്ടാകത്തില്ല. ഒരു നിപ്പിളിന് പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് അല്ലെങ്കിൽ ഹൈജീൻ ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് നിപ്പിളിന് പുറത്ത് ഒരു ക്രസ്റ്റ് ഉണ്ടാകുകയും അങ്ങനെ ക്രാക്ക്ഡ് നിപ്പിൾ ഉണ്ടാകാം. അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഉൾവലിഞ്ഞ നിപ്പിൾ എന്ന് പറയും. നിപ്പിൾ ഉള്ളിലേക്കായിരിക്കും ഇരിക്കുക. അപ്പോൾ റിട്രാക്റ്റഡ് നിപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ലാച്ച് കാരണം എന്താണ് നിപ്പിളിന് ട്രോമ ഉണ്ടാകും. അങ്ങനെ ക്രാക്ക്ഡ് അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിൾ ഉണ്ടാകാം. പിന്നെ കാൻഡിഡിയ ആൽബിക്കൻസ്, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള ഇൻഫെക്ഷൻ കാരണവും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പെയിൻഫുൾ ആകുന്നിടം വരെ, കുഞ്ഞ് സക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നിടം വരെയും എന്തായിരിക്കും ഈ ഒരു കണ്ടീഷൻ അസിംറ്റമാറ്റിക് ആയിരിക്കും. ഈ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു സിംറ്റം എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും അമ്മ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഡീപ്പർ ടിഷ്യൂലേക്ക് സ്പ്രെഡ് ആകുകയും മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രസ്റ്റ് ടിഷ്യൂസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പ്രൊഫൈലാക്സിസ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നല്ല രീതിയിൽ പ്രോപ്പർ അറ്റാച്ച്മെൻറ്റ്, ബേബിയുടെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ലാച്ച് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും എന്താണ് ഈ റിട്രാക്ഷൻ ഓഫ് ദ നിപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ടൈമിൽ ആൻറ്റിനേറ്റൽ പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹോഫ്മാൻ ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാനാ ആ ഒരു നോർമൽ നിപ്പിളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ ബ്രസ്റ്റ് ഫീഡിങ്ങിന് മുന്നേയും ശേഷം പ്രോപ്പറായിട്ടുള്ള ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പെയിൻ റിലീവ് ആകണം, പെട്ടെന്ന് റേപ്പിഡായിട്ട് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് അറ്റാച്ച്മെൻറ്റ് അതിന് പ്രോപ്പർ ലാച്ചിന് കുറച്ച് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് നീണ്ടു പോകും. അപ്പം പ്രോപ്പർ ലാച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഫ്രഷ് ഹ്യൂമൻ മിൽക്ക് ആൻഡ് സലൈവ ഹാവ് ഗോട്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ്. അതായത് ഹ്യൂമൻ മിൽക്കിനും അമ്മയുടെ പാലിനും കുഞ്ഞിൻ്റെ വായിലുള്ള സലൈവയ്ക്കും ഇതിന് രണ്ടിനും ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ വേദന എടുത്താലും കുറച്ച് സക്ക് ചെയ്യിപ്പിക്കുക, അപ്പോൾ അത് തന്നെ ഹീലായി പോകും. അപ്പോൾ ആ പിന്നീട് സക്ക് ചെയ്യിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ലാച്ച് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ലാനോളിൻ ഉണ്ട് മദറിൻ്റെ മിൽക്കിൽ, അത് 3 to 4 times ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ഈ ലാനോളിൻ ഉണ്ട്, അല്ലാതെ നമുക്ക് ആർട്ടിഫിഷ്യലി കുറച്ച് എന്താണ് ലാനോളിൻ കിട്ടും. അപ്പോൾ അത്
അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 to 4 ടൈംസ് എ ഡേ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. പിന്നെ സിവിയർ ആയിട്ടുള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ ഇങ്ങനെ വലിപ്പിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ യൂസ് ചെയ്തിട്ട് കുഞ്ഞിനെ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒട്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിപ്പിൾ ഇൻഫ്ലെയിംഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏരിയോളയോ നിപ്പിളോ ഇൻഫ്ലെയിംഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ത്രഷോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാനുണ്ട്. പിന്നെ ഈ ത്രഷുള്ള സമയത്ത് നമ്മൾ മിക്കോനസൽ ലോഷൻ നമുക്ക് ഈ നിപ്പിളിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വായിലും ഓറൽ ത്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓറൽ ത്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയും പ്രോപ്പറായിട്ട് നോർമൽ ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യാതെ നിപ്പിളിന് ചുറ്റിനും അതുപോലെ തന്നെ കുഞ്ഞിന് ഓറൽ ത്രഷ് ഉണ്ടെങ്കിൽ അതിലും മിക്കോനസോൾ ലോഷൻ അപ്ലൈ ചെയ്യുക, എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഹീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള നിപ്പിളിന് എന്താണ് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു നിപ്പിളിന് ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുക, നിപ്പിളിന് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ തിൻ ലാറ്റക്സ് നിപ്പിൾ ഷീൽഡ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ തിൻ ലാറ്റക്സ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിപ്പിൾ അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ തെറാപ്പി കൊടുത്തിട്ടും പെർസിസ്റ്റൻ്റ് ആയിട്ട് നിപ്പിൾ അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോപ്സി ചെയ്യേണ്ടി വരും മാലിഗ്നൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള നിപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കോമൺലി കാണുന്നത് പ്രൈമറി ഗ്രാവിഡിയിലായിരിക്കും. പിന്നെ ഇത് അക്യൂർഡ് ആയിരിക്കും, അതായത് ബേബീസിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ സക്കിങ് ഒക്കെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലായിരിക്കും നോർമലി ഈ റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് നിപ്പിൾ ഉണ്ടാകാനുള്ള ചാൻസ്. ഡിഫിക്കൽട്ട് കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാനുവലി എക്സ്പ്രസ് ചെയ്ത് കുഞ്ഞിന് കൊടുക്കുക. ഗ്രാജുവലി എന്താണ് ബ്രസ്റ്റ് ടിഷ്യൂസ് സോഫ്റ്റ് ആകുകയും പ്രൊജക്റ്റൈൽ ആകുകയും നോർമൽ നിപ്പിൾ ആകുകയും ചെയ്യും. ഓക്കെ, പ്രൊട്രൂഡ് ആയിട്ടുള്ള നിപ്പിൾസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ക്രാക്ഡ് നിപ്പിൾസ് എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ അറ്റാച്ച്മെൻറ്റ് എൻഷുർ ചെയ്യുക, ക്ലെൻലിനെസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഓറൽ ത്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കോനസൽ പോലുള്ള ലോഷൻസ് അപ്ലൈ ചെയ്യുക. ഒട്ടും പറ്റുന്നില്ല അതുപോലെ തന്നെ ഓറൽ ത്രഷും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇനി എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ ആ ഒരു നിപ്പിളിനെ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നിപ്പിൾ ഷീൽഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഹീലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാലിഗ്നൻസി സസ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബയോപ്സി എടുക്കാൻ പറ്റും. റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിപ്പിൾ ഒട്ടുമിക്ക കാര്യങ്ങളും അമ്മയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. പ്രൈമറി ഗ്രാവിഡിക്ക് കറക്റ്റായിട്ടുള്ള അറിവൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് സക്കിങ് ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നിപ്പിൾ റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ക്രാക്ഡ് ആകുന്ന സമയത്ത് എന്താണ്, അമ്മ എക്സ്പ്രസ് ചെയ്തും മിൽക്ക് കൊടുക്കുന്നില്ല, ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നില്ല, അമ്മ സക്ക് ചെയ്യിക്കാനും കുഞ്ഞിനെ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് അവിടെ കെട്ടിക്കിടന്നിട്ട് എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് അത് കാരണമാണ് എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ബ്രസ്റ്റ് എൻഗോർഗ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ വീനസ് ആൻഡ് ലിംഫാറ്റിക് എൻഗോർഗ്മെൻറ്റ് ഓഫ് ദി ബ്രസ്റ്റ് വിച്ച് പ്രൊസീഡ് ലാക്ടേഷൻ. അതായത് ലാക്ടേഷന് തൊട്ട് മുന്നേ ഒന്നെങ്കിൽ അത് പ്രീനേറ്റലി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ആൻറ്റിനേറ്റൽ പീരീഡിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കുഞ്ഞിന് മിൽക്ക് ലാക്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ബ്രസ്റ്റ് എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകാം. കാരണം വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ലിംഫാറ്റിക് അല്ലെങ്കിൽ വീനസ് സപ്ലൈ ഉണ്ടല്ലോ, അത് എക്സാഗറേറ്റഡ് ആകും. അങ്ങനെ മീൻസ് കൂടുതലാകും. നോർമൽ ആയിട്ടുള്ള ലിംഫാറ്റിക് സപ്ലൈ അത് കൂടുതലായിട്ടുള്ള വീനസ് സപ്ലൈ ലിംഫാറ്റിക് സപ്ലൈ ഉണ്ടായിട്ട് എൻഗോർഗ്ഡ് ആകും, അതായത് വീർക്കാൻ തുടങ്ങും. ഇത് മിൽക്കിനെ ആ ഒരു ലാക്ടൽ സിസ്റ്റത്തിലൂടെ നോർമലായിട്ടുള്ള ഒരു ഫ്ലോയുടെ ഒഴുക്കിനെ എന്ത് ചെയ്യും, തടയും. അപ്പോൾ എന്താണ്, ആ ഒരു നോർമൽ ഒഴുക്ക് ഉണ്ടാകാതിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ലാക്ടൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡക്റ്റിൽ എന്താണ് ഈ ഒരു മിൽക്ക് കെട്ടിക്കിടക്കും. അങ്ങനെ ബ്രസ്റ്റ് എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. പ്രൈമറി പാരസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ട് പ്രസവിച്ച കുട്ടിയുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആൻഡ് പേഷ്യൻ്റ് വിത്ത് ഇനലാസ്റ്റിക് ബ്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ആണ് ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് എൻഗോർഗ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബേബി ഈസ് നോട്ട് ഇൻ സ്റ്റെപ്പ് വിത്ത് സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ. കുട്ടി കറക്റ്റായിട്ട് സക്ക് ചെയ്യുന്നില്ല, ലാക്ടേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് മെയിനായിട്ടും ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഓൺസെറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് ഇജക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു ബ്രസ്റ്റ് എൻഗോർഗ്മെൻറ്റ് ഉണ്ടായി തുടങ്ങുന്നത്. അതായത് 3rd to 4th ഡേ പോസ്റ്റ്പാർട്ടം 1ഉം 2ലും ശരിക്കും മിൽക്കല്ല സെക്രീറ്റ് ചെയ്യുന്നത്, കൊളസ്ട്രോൾ ആണ്. അത് മിൽക്കല്ല, ജസ്റ്റ് വാട്ടറി ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3rd ഡേ ഓഫ് ദി പോസ്റ്റ്പാർട്ടം മുതലാണ് ബ്രസ്റ്റ് മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 3rd to 4th ഡേ ഓഫ് ദി പോസ്റ്റ്പാർട്ടത്തിലാണ് എന്തുണ്ടാകുന്നത്,
ഈ ഒരു ബ്രസ്റ്റ് എൻകോർഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സിംറ്റംസ് എന്ന് പറയുന്നത് നല്ല പെയിൻ ഉണ്ടായിരിക്കും, ടെൻഡർനെസ് ഉണ്ടായിരിക്കും, രണ്ട് ബ്രസ്റ്റിന് ഭയങ്കര ഹെവിനെസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജനറലായിട്ട് ഒരു ക്ഷീണമൊക്കെ അമ്മയ്ക്ക് അനുഭവപ്പെടും. പിന്നെ ജസ്റ്റ് ഒരു റൈസ് ഓഫ് ടെമ്പറേച്ചർ ഒരു 98.6 ഡിഗ്രി ആണെങ്കിൽ 99 അല്ലെങ്കിൽ 100 ഡിഗ്രി ട്രാൻസെൻ്റ് ആയിട്ടുള്ള റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ബ്രസ്റ്റ് ഫീഡിങ്ങിന് ടൈമിലും പെയിൻ ആയിരിക്കും, അല്ലാത്ത ടൈമിലും പെയിൻ ആയിരിക്കും, തൊടുമ്പോഴും വേദനയായിരിക്കും, ഹെവിനെസ്സും ഉണ്ടായിരിക്കും. പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രീലാക്ടൽ ഫീഡ്സ് അങ്ങനത്തെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഏർലി ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുക. അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ഈ 2 അവർ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡിങ് ഫീഡ് നമ്മൾ നടത്തുക. ഓക്കെ, നെക്സ്റ്റ് കറക്റ്റായിട്ടുള്ള പൊസിഷൻ, ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷനിൽ ലാക്ടേറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ലാച്ചും നമ്മൾ എൻഷുർ ചെയ്യുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനകത്തും കറക്റ്റായിട്ടുള്ള ലാച്ചിങ്, ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ ഉണ്ടായിരിക്കുക. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബൈൻഡർ അല്ലെങ്കിൽ ബ്രേസിയർ യൂസ് ചെയ്തിട്ട് രണ്ട് ബ്രസ്റ്റും സപ്പോർട്ട് ചെയ്യുക. കാരണം നല്ല ഹെവിനെസ് അല്ലേ, പിന്നെ ടെൻഡർനെസ്സും ഉണ്ടാകാം, പെയിനും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് സക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പെയിൻ ഉണ്ടാകും സക്ക് ചെയ്യുന്ന സമയത്ത്, എന്നാലും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷവും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനുവലി എക്സ്പ്രസ് ചെയ്ത് കളയുക. പിന്നെ അനാൽജസിക്സ് പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ ബേബീനെ എപ്പോഴും ബ്രസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ പുട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ കുട്ടി കറക്റ്റായിട്ടുള്ള റിഫ്ലെക്സും പ്രോപ്പർ ലാച്ചിങ് ഒക്കെ പഠിക്കത്തുള്ളൂ. സിവിയർ കേസിലാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മിൽക്ക് പ്രൊഡക്ഷൻ, എക്സസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനും ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ ആ ഒരു ടെൻഷനും റെഡ്യൂസ് ചെയ്യും. ഇതാണ് ബ്രസ്റ്റ് എൻകോർഗ്മെൻറ്റ്. ഇനി ഈ ബ്രസ്റ്റ് എൻകോർഗ്മെൻറ്റ് ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മുടെ അടുത്ത കണ്ടീഷൻ മാസ്റ്റൈറ്റിസ്, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രസ്റ്റ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഇൻസിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ലാക്ടേറ്റിംഗ് മാസ്റ്റൈറ്റിസ് ഉണ്ടാകുന്നത്, അതായത് പാല് കൊടുക്കുന്ന അമ്മമാരിൽ 2 to 5%, നോൺ ലാക്ടേറ്റിംഗ് വുമണിൽ 1%ആണ് എന്താ അക്യൂട്ട് മാസ്റ്റൈറ്റിസിൻ്റെ ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത്. കോമൺ ഓർഗാനിസം മാസ്റ്റൈറ്റിസ് ഉണ്ട്, മാസ്റ്റൈറ്റിസ് ഇൻഫ്ലമേഷനാണ് അല്ലേ, അപ്പോൾ അതിലെന്തെങ്കിലും ഓർഗാനിസം ഇൻവോൾവ് ആയിരിക്കുമല്ലോ. കോമൺ ആയിട്ടുള്ള ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ്, സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, സ്ട്രെപ്റ്റോകോക്കൈ വിറിഡൻസ്, ഈ 3 ഓർഗാനിസമാണ് കോമൺലി അക്യൂട്ട് മാസ്റ്റൈറ്റിസ് കോസ് ചെയ്യുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നില്ല, പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്, ബ്രസ്റ്റ് ഫീഡിങ് പോലും ചെയ്യാൻ വയ്യ, പിന്നെ ക്രാക്ക്ഡ് ആയിട്ടുള്ള നിപ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ക്രാക്ക്ഡ് നിപ്പിൾ, റിട്രാക്റ്റഡ് നിപ്പിൾ, ബ്രസ്റ്റ് എൻകോർഗ്മെൻറ്റ് ഒക്കെ മാസ്റ്റൈറ്റിസിലേക്ക് ലീഡ് ചെയ്യും. വേണമെങ്കിൽ വീണ്ടും നമുക്ക് എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് ഇംപ്രോപ്പർ ലാച്ച്, ഇംപ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ, അതൊക്കെ നമുക്ക് പറയാം. ഇനി മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് ടൈപ്സിലാണ് മാസ്റ്റൈറ്റിസ് ഉള്ളത്. ഏത് സൈറ്റിലാണോ ഇൻഫെക്ഷൻ ഉള്ളത് അതിനനുസരിച്ച് മാസ്റ്റൈറ്റിസ് 2 ടൈപ്പിലാണ് ഉള്ളത്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ പാരങ്കൈമൽ സെൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള മാസ്റ്റൈറ്റിസ്, അത് ബ്രസ്റ്റിൻ്റെ പാരങ്കൈമൽ ടിഷ്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാസ്റ്റൈറ്റിസ് സെല്ലുലൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ ലാക്ടൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അൺഎഫക്റ്റഡ് ആയിരിക്കും, അതായത് ലാക്ടൽ സിസ്റ്റത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരിക്കത്തില്ല, നോർമലായിട്ടുള്ള ഒരു മിൽക്ക് ഫ്ലോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അതിന് പുറമേ ഉള്ള ബ്രസ്റ്റിൻ്റെ പാരമെങ്കൈമൽ ടിഷ്യൂസ് ആയിരിക്കും ഇൻവോൾവ് ആകുന്നത്, അങ്ങനെ സെല്ലുലൈറ്റിസ് ഉണ്ടാകും. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ലാക്ടിഫറസ് ഡക്റ്റ് ഉണ്ടല്ലോ, ലാക്ടിഫറസ് ഡക്റ്റിലൂടെ ആയിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അത് കാരണം പ്രൈമറി മാമറി അഡിനൈറ്റിസ് ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. മെയിനായിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ലാക്ടൽ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ലാക്ടിഫറസ് ഡക്റ്റിൽ നിന്നല്ലേ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എവിടെ നിന്നായിരിക്കും വരുന്നത്? കുഞ്ഞിൻ്റെ നോസിൽ നിന്ന്, ത്രോട്ടിൽ നിന്നാണ് മെയിനായിട്ടും ഈ ഓർഗാനിസംസ് സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് മാസ്റ്റൈറ്റിസിൽ. നെക്സ്റ്റ് നോൺ ഇൻഫെക്റ്റീവ് മാസ്റ്റൈറ്റിസ്, അതായത് ഏതെങ്കിലും ഓർഗാനിസം ഒന്നും ഇല്ലാതെ ഉള്ള മാസ്റ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് മിൽക്ക് സ്റ്റാറ്റിസ്, അതായത് ബ്രസ്റ്റ് എൻകോർഗ്മെൻറ്റ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഉണ്ടാകുന്ന മാസ്റ്റൈറ്റിസ് ആയിരിക്കും. ഇനി ഫീഡിങ് ഫ്രം ദ അഫക്റ്റഡ് ബ്രസ്റ്റ്, അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നോൺ ഇൻഫെക്റ്റഡ് മാസ്റ്റൈറ്റിസ് നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺസെറ്റ്. ഇനി ഈ സൂപ്പർഫിഷ്യൽ സെല്ലുലൈറ്റിസ് ഉണ്ടല്ലോ, നമ്മൾ പാരങ്കൈമൽ ടിഷ്യൂസിൽ, ബ്രസ്റ്റിൻ്റെ പാരങ്കൈമൽ ടിഷ്യൂസിനാണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ സൂപ്പർഫിഷ്യൽ സെല്ലുലൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 to 4 വീക്ക് ഓഫ് ദ പോസ്റ്റ് പാർട്ടം, ഫസ്റ്റ് 2 to 4 വീക്ക് ഓഫ് ദ പോസ്റ്റ് പാർട്ടത്തിലായിരിക്കും മെയിനായിട്ട് സൂപ്പർഫിഷ്യൽ സെല്ലുലൈറ്റിസ് വരുന്നത്. അത് അക്യൂട്ടായിട്ടായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഈ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ആഴ്ചകളിലത് നിലനിൽക്കും. ഓക്കെ,
അതാണ് ഇപ്പോൾ നമ്മൾ ഇൻഫെക്റ്റീവ് മാസ്റ്റൈറ്റിസ് പറഞ്ഞു, നോൺ ഇൻഫെക്റ്റീവ് മാസ്റ്റൈറ്റിസിനെ പറഞ്ഞു. ഇൻഫെക്റ്റീവ് മാസ്റ്റൈറ്റിസ് തന്നെ നമ്മൾ 2 രീതിയിൽ പറഞ്ഞു, ഏതൊക്കെ ഓർഗാനിസംസ് ആണ് റെസ്പോൺസിബിൾ പറഞ്ഞു, എങ്ങനെയാണ് ഒരു സൂപ്പർഫിഷ്യൽ സെല്ലുലൈറ്റിസിൻ്റെ ഓൺസെറ്റ് പറഞ്ഞു. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും? അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, നല്ല പെയിൻ ഉണ്ടായിരിക്കും, ഹെഡേക്ക്, നോസിയ, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും. 1 or 2 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ഉള്ള ഫീവർ ഉണ്ടായിരിക്കും. അക്യൂട്ട് ആയിട്ടുള്ളതായതുകൊണ്ട് റാപ്പിഡ് റേസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. 1 or 2 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ചിൽസ് ഉണ്ടായിരിക്കും. പിന്നെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആൻഡ് ടെൻഡർനെസ് ഉണ്ടായിരിക്കും. ദ 1 quadrant ഓഫ് ദ ബ്രസ്റ്റിൻ്റെ ഒരു ക്വാഡ്രൻറ്റിൽ മാത്രം സിവിയർ പെയിനും ടെൻഡർനെസ്സും ഉണ്ടായിരിക്കും. അതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സിംറ്റംസ്. അമ്മ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സയൻസ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടോക്സിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണും, അതായത് റെഡ്നസ്, വാംത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സ്വെല്ലിങ്, 2 ബ്രസ്റ്റിൽ ഏതെങ്കിലും ഇപ്പം മാസ്റ്റൈറ്റിസ് ഉള്ള ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്വെല്ലിങ് കാണും. പിന്നെ ആ ഒരു ഓവർലൈങ് ആയിട്ടുള്ള സ്കിൻ ഭയങ്കര റെഡ് കളറിലായിരിക്കും, ഹോട്ട് ആൻഡ് ഫ്ലഷ്ഡ് ആയിരിക്കും, ഭയങ്കര ടെൻസും ടെൻഡറും ആയിരിക്കും, തൊടാൻ പോലും സമ്മതിക്കില്ല, അത്രയ്ക്ക് പെയിൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം ടോക്സിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, പെയിൻ, റെഡ്നസ്, ഹോട്ട് ഫ്ലഷസ് ഒക്കെ ഉണ്ടായിരിക്കും, ടെൻസും ടെൻഡറും ആയിരിക്കും, പിന്നെ ബ്രസ്റ്റ് സ്വെല്ലായിരിക്കും ഉണ്ടാകുക. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിൽക്കിനെ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ലൂക്കോസൈറ്റ് WBC എന്ന് പറയുന്നത് 10⁻6 നമ്പർ ആയിരിക്കും പെർ ml. അതായത് 1 ml ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് നോക്കുമ്പോൾ WBCയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 10⁻6 കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ കൗണ്ട് 10⁻3 കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 1 ml ബ്രസ്റ്റ് മിൽക്ക് എടുക്കുക, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുക, WBC നോക്കുക 10⁻6 കൂടുതലുണ്ടോ, ഇനി ബാക്ടീരിയ കൗണ്ട് 10⁻3 കൂടുതലുണ്ടോ, മാസ്റ്റൈറ്റിസ് നമുക്ക് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, മാസ്റ്റൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ടിഷ്യൂസ് ഇങ്ങനെ വേരിയബിളി ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ബ്രസ്റ്റ് ആബ്സസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ലോക്കലൈസ്ഡ് കളക്ഷൻ ഓഫ് പസ് ഇൻ ദ ബ്രസ്റ്റ് ടിഷ്യൂസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ബ്രസ്റ്റ് ആബ്സസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ. പ്രൊഫൈലാക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മൾ ഹാൻഡ് ഹൈജീനും ബ്രസ്റ്റ് ഹൈജീൻ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രസ്റ്റ് കറക്റ്റായിട്ട് ഹൈജീൻ മീൻസ് ക്ലീൻ ചെയ്യുക. പിന്നെ ഹാൻഡ് വാഷിങ് ചെയ്യുക, ഓരോ ഫീഡിൻ്റെ സമയത്തും ഹാൻഡ് വാഷ് ചെയ്യുക. കുഞ്ഞിൻ്റെ വായ ഒന്ന് കഴുകുക, അല്ല ജസ്റ്റ് ഒന്ന് തുടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തുടയ്ക്കുക. ഓരോ ഫീഡിന് മുന്നേ കൈ കഴുകുന്നതിൻ്റെ കൂടെ തന്നെ നിപ്പിളും വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക നിപ്പിൾ. പിന്നെ നോസോകോമിൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കുക. മാനേജർ എന്ന് പറയുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് സപ്പോർട്ട് കൊടുക്കുക, പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, ഓറൽ ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക, കറക്റ്റായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക. അൺഅഫക്റ്റഡ് സൈഡ്സിൽ നിന്ന് കൂടുതൽ ഇതാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ നമ്മൾ നോർമലി ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പമ്പോ എന്തെങ്കിലും മാനുവലി എക്സ്പ്രസ് ചെയ്തോ കളയുക. പിന്നെ ഡിക്ലോക്സാസിലിൻ, അതായത് പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെൻസിലിനാണ്. അപ്പോൾ അത് ഡിക്ലോക്സാസിലിൻ, ഈ ഒരു ഡ്രഗാണ് നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് മാസ്റ്റൈറ്റിസിന് പറയുന്നത്. ഇത് 500 mg നമ്മൾ പാരസെറ്റമോൾ 6 hourly കൊടുക്കുന്നത്. പാരസെറ്റമോളിൻ്റെ സെയിം ഇതാണ്. PCM എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെയാണ് ഡിക്ലോക്സാസിലിൻ കൊടുക്കുന്നത്. ക്ലോക്സാസിലിൻ അറിയാലോ, അതിൻ്റെ ഡൈക്ലോക്സാസിലിനാണ് കൊടുക്കുന്നത്. അത് Q6H എന്നുള്ള രീതിയിൽ 500 mg ആണ് കൊടുക്കുന്നത്. പിന്നെ എറിത്രോമൈസിനും നമ്മൾ കൊടുക്കാറുണ്ട്. പെൻസിലിനോട് അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എറിത്രോമൈസിൻ കൊടുക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക് തെറാപ്പി നമ്മൾ അറ്റ്ലീസ്റ്റ് 7 days, നമുക്കറിയാം നോർമലി ആൻറ്റിബയോട്ടിക് തെറാപ്പി നമ്മൾ 1 week ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ 1 week എങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ അനാൽജസിക്സ്, പെയിൻ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഇബൂപ്രൊഫീനാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ മിൽക്ക് ഫ്ലോ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കറക്റ്റായിട്ട് നമ്മൾ ഇൻഫൻറ്റിൻ്റെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് ആയാലും നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്ത്, മിൽക്ക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ കെട്ടിക്കിടക്കുന്ന മിൽക്കിനകത്തുണ്ടാകുന്ന സ്റ്റെഫൈലോകോക്കസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ്, ഈ ഒരു ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് അങ്ങ് മാറും. അവിടെ ഒരു വാഷിംഗ് ഔട്ട് പ്രോസസ്സല്ലേ നടക്കുന്നത്. അങ്ങനെ ഓക്കെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ബ്രസ്റ്റ് അക്യൂട്ട് മാസ്റ്റൈറ്റിസിനെ കുറിച്ച് പറയുന്നത്. ഇനി അക്യൂട്ട് മാസ്റ്റൈറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത കോംപ്ലിക്കേഷനാണ് ബ്രസ്റ്റ് ആബ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും ഈ ഒരു ഹോട്ട് ഫ്ലഷിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ബ്രസ്റ്റ് ആബ്സസിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ബ്രൗണി എഡിമ ഓഫ് ദ ഓവർലൈൻ സ്കിൻ, ആ റെഡിന് പകരം ഒരു ബ്രൗൺ കളറായിട്ടുള്ള എഡിമ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, പിന്നെ കറക്റ്റായിട്ടുള്ള ടെൻഡേഴ്സ്
ടെൻഡർനെസ്സും ഉണ്ടായിരിക്കും, ഫ്ലക്ച്വേഷനിലൂടെ ഉള്ളത്. മറ്റേ ടെൻഡർനെസ് ഉണ്ടായിരുന്നു, പക്ഷേ വിത്ത് ഫ്ലക്ച്വേഷൻ ടെൻഡർനെസ് ഉണ്ടായിരിക്കും. പിന്നെ ടെമ്പറേച്ചർ ഇങ്ങനെ മാറി മാറിയിരിക്കും. മറ്റേത് കോൺസ്റ്റൻറ്റ് 102 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടുത്തെ ടെൻഡർനെസ്സും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രസ്റ്റ് ആബ്സസ്. ഇഫ് ആൻ ആബ്സസ് ഇസ് ഫോംഡ്, ഇറ്റ് ഈസ് ടു ബി ഡ്രെയിൻഡ് അണ്ടർ ജനറൽ അനസ്തേഷ്യ ബൈ എ ഡീപ് റേഡിയൽ ഇൻസിഷൻ എക്സ്റ്റെൻഡിങ് ഫ്രം നിയർ ദ എരിയോളർ മാർജിൻ ടു പ്രിവെൻറ്റ് ദ ഇഞ്ചറി ടു ദ ലാക്ടിഫറസ് ഡക്ട്. ലാക്ടിഫറസ് ഡക്റ്റിന് ഇഞ്ചറി പറ്റാത്ത രീതിയിൽ ബ്രസ്റ്റ് ആബ്സസ് ആണ് നമ്മൾ കൺഫേം ചെയ്ത ശേഷം ഉടനെ തന്നെ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് എന്ത് ചെയ്യുക, അവിടെ ആ ഒരു പസ് ഡ്രെയിൻ ചെയ്ത് കളയാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇൻസിഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടിഫറസ് ഡക്റ്റിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഇത് കാരണം ഫിസ്റ്റുലയൊക്കെ ഉണ്ടാകാനും ഡക്ടൽ ഒക്ലൂഷൻ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞൊരു നല്ല ഒരു ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. പിന്നെ ബ്രസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടാകും എൻകോർക്ക്മെൻറ്റ് ഒക്കെ കാരണം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള പൊസിഷനിങ്, ബ്രസ്റ്റ് ഫീഡിങ്, ബ്രസ്റ്റ് കെയർ കൊടുക്കുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മിക്കോനസോൾ നമ്മൾ പറഞ്ഞില്ല, ആ ഒരു ലോഷൻ ത്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ലാക്ടേഷൻ ഫീഡിങ് ഫെയിലിയർ അല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് മിൽക്ക് പ്രൊഡക്ഷൻ, അതൊരു ബ്രസ്റ്റ് പ്രോബ്ലമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് തന്നെ ആദ്യം ക്രാക്ക്ഡ് ഓർ റിട്രാക്റ്റഡ് നിപ്പിളായിരിക്കും, വിച്ച് ലീഡ്സ് ടു എന്തായിരിക്കും, ബ്രസ്റ്റ് എൻകോർക്ക്മെൻറ്റ്, പിന്നെ ആക്യൂട്ട് മാസ്റ്റൈറ്റിസ് ഉണ്ടാകാം, ബ്രസ്റ്റ് ആബ്സസ് ഉണ്ടാകാം അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇനി ലാക്ടേഷൻ ഫെയിലിയർ അല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതും ബ്രസ്റ്റ് എൻകോർക്ക്മെൻറ്റിലേക്കും ബാക്കിയുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിലേക്കും ലീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാരണം എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇൻഫ്രീങ് കറക്റ്റായിട്ട് ഉള്ള സക്കിങ്, കുഞ്ഞിൻ്റെ സക്കിങ് നടക്കുന്നില്ല. പിന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനോ ആൻസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും സൈക്കാട്രിക് കണ്ടീഷൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ വരും. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നിപ്പിൾസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്, അത് റിട്രാക്റ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ നിപ്പിൾസിന് എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് വരുന്നു. പിന്നെ എന്തെങ്കിലും ബ്രസ്റ്റിൽ പെയിൻഫുൾ ലീഷൻസ് ഉണ്ടെങ്കിൽ അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മടിക്കും. പിന്നെ പ്രൊലാക്റ്റിൻ സപ്രഷൻ, എൻഡോജീനിയസ് സപ്രഷൻ, കാരണം പ്ലാസൻ്റയുടെ ബിറ്റ് എന്തെങ്കിലും ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രൊലാക്റ്റിൻ എൻഡോജീനിയസ് സപ്രഷൻ, അത് നമ്മുടെ ബോഡി തന്നെ പ്രൊലാക്റ്റിൻ സെക്രീഷൻ സപ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മിൽക്ക് കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ പ്രൊലാക്റ്റിൻ ഇൻഹിബിഷൻ, അതായത് എർഗോട്ട് പ്രിപ്പറേഷൻ, ഡയൂററ്റിക്സ്, പിരിഡോക്സിൻ പോലുള്ള എന്തെങ്കിലും ഡ്രഗ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊലാക്റ്റിനെ എക്സോജീനിയസ്ലി ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് ഇൻഹിബിഷൻ വരാം. പിന്നെ അമ്മയുടെ മെറ്റേണൽ ഇൽ ഹെൽത്ത്, അത് ഹെൽത്തിലും ആയാലും, അതായത് ലീഷൻ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ വല്ല പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ ഉടനെ ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ലാക്ടേഷൻ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻറ്റിറ്റെറ്റിലും പ്യൂർപാലത്തിലും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മേനെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള കെയറും പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക, മാനേജ്മെൻറ്റിന് പറഞ്ഞു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 2 months ഓഫ് ദ പ്രഗ്നൻസിയിലെങ്കിലും അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ആൻറ്റിനറ്റിൽ ചെയ്യേണ്ടത്. ഇനി പ്യൂർപാരത്തിൽ പോസ്റ്റ്നാറ്റിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഈ പണ്ടത്തെ പഴമക്കാർ പറയും എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് അല്ലേ, അത് തന്നെയാണ് എൻകറേജ് അഡിക്കേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക്. പിന്നെ കുഞ്ഞിനെ കറക്റ്റായിട്ട് കഡ്ൽ ചെയ്യുക, കിസ് ചെയ്യുക, അതുപോലെ തന്നെ കളിപ്പിക്കുക, കുഞ്ഞിനെ സ്നേഹിക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അതുകൂടാതെ കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡും ചെയ്യുക. പിന്നെ പെയിൻഫുൾ ആയിട്ടുള്ള ലോക്കൽ ലീഷൻ എന്തെങ്കിലും ഉണ്ട്, ബ്രസ്റ്റിലെ ലീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫോബിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. മെൻ്റലി പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കുക. ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റാക്കുക. പിന്നെ മെറ്റോക്ലോപ്രമൈഡ്, ഇൻട്രാനേഷൽ ഓക്സിറ്റോസിൻ, സൾപ്പറൈഡ്, ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ഡോപ്പമിൻ അൻറ്റഗോണിസ്റ്റ് ആണ്. അതെന്ന് പറയുന്ന മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഡോപ്പമിൻ അൻറ്റഗോണിസ്റ്റ് ആയതുകൊണ്ട് വിഷമം, ഡിപ്രഷനിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനത്തെ പ്രൊലാക്റ്റിൻ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊലാക്റ്റിനെ ഡയറക്റ്റായിട്ട് കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇത് മെറ്റോക്ലോപ്രമൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 10 mg ത്രൈസ് ഡെയിലിയാണ് കൊടുക്കുന്നത്. അപ്പം
ക്ലോപ്രോമസിൻ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഇറ്റ്സ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് മാസ്റ്റൈറ്റിസ്. ഇവിടെ നമ്മളൊരു ഡ്രഗ് ഓഫ് ചോയ്സ് പഠിച്ചു, മെറ്റോക്ലോപ്രമൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് കോംപ്ലിക്കേഷൻസ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ക്രാക്ഡ് അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിൾ, അത് കാരണം ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ്, മാസ്റ്റൈറ്റിസ്, ബ്രസ്റ്റ് അബ്സസ്, ലാക്ടേഷൻ ഫെയിലിയർ കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.